നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കർഷക സമരം നടക്കുന്ന ഡൽഹിയിലോ ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ല ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത്. ഈ വർഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബംഗാളിലാണ്. BJPയുടെ ഓരോ നീക്കങ്ങളെയും ശക്തമായി എതിർത്ത് മമതാ ബാനർജിയും തൃണമൂലിൽ നിന്ന് മന്ത്രിമാരെ അടക്കം അടർത്തിമാറ്റി BJPയും തന്നെയാണ് പ്രധാന നീക്കങ്ങളെല്ലാം നടത്തുന്നത്. ബീഹാറിന് പിന്നാലെ ബംഗാളിലും ചൂടുറപ്പിക്കാൻ OWC എത്തുമ്പോൾ കൈകോർത്ത് നിൽക്കുകയാണ് ഇടതും കോൺഗ്രസും. ബംഗാളാണ് അടുത്ത ലക്ഷ്യമെന്ന് BJP നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ആ ലക്ഷ്യം നേടിയെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചത് അമിത്ഷാ BJP അധ്യക്ഷനായിരിക്കെയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബംഗാളിൽ വേരുറപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് BJP തുടക്കമിട്ടിരുന്നു. അന്നു മുതൽക്കേ മമതാ ബാനർജി സർക്കാരും BJPയും നേർക്കുനേർ പോരാട്ടത്തിലാണ്. തൃണമൂൽ കോൺഗ്രസിലെ നേതാക്കളെ ചാക്കിട്ട് പിടിച്ചാണ് BJP നീക്കങ്ങൾ ആരംഭിച്ചത്. ആദ്യം വീണത് മുകുൾ റോയ്. പിന്നീട് ചെറുതും വലുതുമായ നിരവധി നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിക്കാൻ BJPക്ക് സാധിച്ചു. BJPയുടെ ഈ നീക്കങ്ങളെ വീറോടെ തന്നെയാണ് മമത നേരിട്ടത്. BJPയുടെ പരിപാടികൾക്ക് നേരെ തൃണമൂൽ പ്രവർത്തകർ അക്രമം അഴിച്ചുവിട്ടും തൃണമൂൽ പ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകരുടെ അക്രമങ്ങളുമായി ബംഗാളിൽ രാഷ്ട്രീയ രംഗം സംഭവബഹുലമായിരുന്നു. ബംഗാൾ DGPയെ CBIക്ക് ചോദ്യം ചെയ്യാൻ നൽകാതെ മമത നടത്തിയ റാലിയും പ്രതിരോധവുമെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പിനോടടുക്കുന്തോറും ഈ പ്രതിരോധമെല്ലാം പാഴാവുകയാണെന്ന തോന്നൽ ശക്തമാവുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ തൃണമൂലിൽ നിന്ന് രാജിവെച്ച് BJPയിലെത്തിയത് ഒരു മന്ത്രി ഉൾപ്പെടെ 6 പേരാണ്. ഇതിൽ പ്രധാനിയാണ് സുവേന്ദു അധികാരി. തൃണമൂൽ നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ ശിശിർ അധികാരിയുടെ മകനും മമതാ സർക്കാരിൽ ഗതാഗത മന്ത്രിയുമായിരുന്നു സുവേന്ദു. പൊടുന്നനെ മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് സുവേന്ദു BJPയിലെത്തിയത്. ഒപ്പം 6 MLAമാരും ഉണ്ടായിരുന്നു. നന്ദിഗ്രാം സമരത്തിൽ ജനങ്ങളെ ഒറ്റക്കെട്ടായി നിർത്തി ബംഗാളിൽ CPM ഇടത് സർക്കാരിനെ താഴെയിറക്കാൻ നടത്തിയ നീക്കത്തിന്റെ ബുദ്ധികേന്ദ്രമായിരുന്നു സുവേന്ദു. മമതാ ബാനർജിയുടെ വിശ്വസ്തരിൽ ഒരാളായാണ് കണക്കാക്കപ്പെട്ടിരുന്നതും. ഈ സുവേന്ദു അധികാരിയാണ് അമിത്ഷായുടെ സാന്നിധ്യത്തിൽ BJPയിൽ അംഗത്വമെടുത്തത്. സുവേന്ദുവിന് പിന്നാലെ കായിക സഹമന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ ലക്ഷ്മി രത്തൻ ശുക്ലയും പാർട്ടിയിൽ നിന്ന് രാജിവെച്ചതും മമതാ സർക്കാരിന് ഇരട്ടി തിരിച്ചടിയാണ്. BJPയിലേക്കില്ലെന്ന് ശുക്ല പറയുമ്പോഴും ഭാവിയിൽ അത്തരമൊരു നീക്കം തള്ളിക്കളയാനാവില്ല ബംഗാളിൽ. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് സൗരവ് ഗാംഗുലിയുടെ രാഷ്ട്രീയ പ്രവേശനത്തിനെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ. ഗാംഗുലി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെന്നും BJPയിലേക്കാണെന്നുമുള്ള അഭ്യൂഹങ്ങൾ ബംഗാളിൽ ശക്തമാണ്. ഇതിന് കാരണങ്ങൾ രണ്ടാണ്: അമിത്ഷായുടെ മകൻ ജയ്ഷായുമായുള്ള അടുപ്പം, ഒപ്പം മുൻ BCCI സെക്രട്ടറിയും കേന്ദ്ര സഹമന്ത്രിയുമായ അനുരാഗ് ഠാക്കൂറുമായുള്ള പരിചയം. എന്നാൽ മുൻ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന സൗരവ് ഗാംഗുലി ഇന്നും അത് തുടർന്നു പോകുന്നുണ്ട്. അതിനാൽ തന്നെ CPMുമായി ഗാംഗുലിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ. തൃണമൂലുമായി അടുപ്പമുണ്ടായിരുന്ന ജഗ്മോഹൻ ഡാൽമിയുമായിട്ടുള്ള അടുത്ത ബന്ധം ഗാംഗുലിയെ മമതാ ബാനർജിയുമായി അടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ബംഗാളിലെ പ്രബല രാഷ്ട്രീയ കക്ഷികളുമായി അടുപ്പം പുലർത്തുന്നുണ്ട് ഗാംഗുലി. ഒരു കാലത്ത് ബംഗാൾ എന്നാൽ CPMും ഇടതു പാർട്ടികളുമായിരുന്നു, പ്രതിപക്ഷമെന്നാൽ കോൺഗ്രസും. എന്നാൽ ഇന്നിവർ പ്രധാന പ്രതിപക്ഷം പോലും അല്ലാതായി മാറുകയാണ്. CPMനും CPIക്കും കോൺഗ്രസിനും ബംഗാളിൽ കാര്യമായ ശക്തിയില്ലെന്നു തന്നെ പറയാം. അതിനാലാകണം കോൺഗ്രസുമായി കൈകോർത്ത് ബംഗാളിൽ മത്സരിക്കാൻ ഒടുവിൽ CPM തീരുമാനിച്ചത്. പക്ഷേ അപ്പോഴും ഇരു പാർട്ടികളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. സുവേന്ദു അധികാരിക്കൊപ്പം 4ഓളം കോൺഗ്രസ് ഇടത് MLAമാരാണ് കഴിഞ്ഞ ദിവസം BJPയിലെത്തിയത്. ബീഹാറിന് പിന്നാലെ ബംഗാളിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് OWC. എന്നാൽ ബംഗാളിലെ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ബംഗാളിലെ ഇമാമുകളുടെ സംഘടന. വോട്ടെടുപ്പ് അടുക്കുമ്പോൾ നേതാക്കളെ ചാക്കുറ്റുപിടിക്കൽ മാത്രമല്ല, CIAയും ബംഗാളിൽ ചർച്ചയാകുമെന്നുറപ്പാണ്. CIA നടപ്പാക്കില്ലെന്ന മമതാ ബാനർജിയുടെയും ഇടത് കോൺഗ്രസ് ക്യാമ്പുകളുടെയും വാഗ്ദാനങ്ങളിൽ മുസ്ലിം വിഭാഗങ്ങൾ ഉറച്ചു നിൽക്കുമോ എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ബംഗാളിലെ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ OWCക്ക് സാധിച്ചാൽ BJPക്ക് നേട്ടം ഇരട്ടിയാക്കാനും സാധിക്കും. 2021 പ്രതീക്ഷയാണ് കോവിഡ് വാക്സിൻ. ഓക്സ്ഫോർഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയും ചേർന്ന് നിർമ്മിച്ച കോവിഷീൽഡിനും ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനും ഇന്ത്യയിൽ വിതരണാനുമതി നൽകി. ഇതോടൊപ്പം വിവാദങ്ങളും ഉയരുകയാണ്. UK കണ്ടെത്തിയ ജനിതക മാറ്റം വന്ന കോവിഡ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ആശങ്കയുയർത്തുന്നുണ്ട്.
അമേരിക്കയിലടക്കം 2020 ഡിസംബറോടെ കോവിഡിനെതിരായ വാക്സിൻ ആളുകൾക്ക് നൽകി തുടങ്ങിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ നിരവധി നഗരങ്ങളിൽ വാക്സിനുകളുടെ ഡ്രൈ റണ്ണും നടത്തി. ഒടുവിൽ ഓക്സ്ഫോർഡും ആസ്ട്രാസെനക്കയുമായി ചേർന്ന് നിർമ്മിച്ച കോവിഷീൽഡ് വാക്സിന് ആദ്യം വിതരണാനുമതി നൽകി. സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ വാക്സിൻ വിതരണം ചെയ്യുന്നത്. ഇന്ത്യൻ മരുന്ന് നിർമ്മാണ കമ്പനിയായ ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനാണ് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ രണ്ടാമത് വിതരണാനുമതി നൽകിയത്. അനുമതിക്ക് പിന്നാലെ കോവാക്സിനെതിരെ ശക്തമായ ആരോപണങ്ങളാണ് ഉയർന്നത്. മൂന്നാം ഘട്ട പരീക്ഷണം പൂർത്തിയാക്കുന്നതിന് മുൻപേ ഭാരത് ബയോടെക്കിന് അനുമതി നൽകിയെന്നതായിരുന്നു അതിൽ പ്രധാനം. വിതരണാനുമതി നൽകിയതിന് പിന്നിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും അടക്കമുള്ള ആരോപണങ്ങളും ഉയർന്നു. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് നിലവാരം കുറവാണെന്നടക്കമുള്ള ആക്ഷേപങ്ങൾ ആരോഗ്യമേഖലയിൽ നിന്ന് വരെ ഉന്നയിക്കപ്പെട്ടു. ഇതിനെതിരെ ശക്തമായാണ് ഭാരത് ബയോടെക് പ്രതികരിച്ചത്. ആരോപണങ്ങൾ നിഷേധിച്ച കമ്പനി നവംബറിൽ തന്നെ മൂന്നാം ഘട്ട ക്ലിനിക്കൽ ട്രയലുകൾ ആരംഭിച്ചെന്നും വ്യക്തമാക്കി. ഇതിനായി സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഒപ്പം നിർത്തി ആരോപണം ഉന്നയിച്ചവരുടെ വായടപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തി. Many people just talking about gossiping, everything in a different direction to just backlash on the Indian companies. That is not right for us. We don't deserve that. And I think H1N1 then, Ebola, a good example, Ebola vaccine was never completed a human clinical trial at all when Merck developed. WHO has done emergency authorization to do it in Liberia and Guinea, and those countries have done directly into the human trial. എന്നാൽ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും കഴിഞ്ഞ ശേഷമാണ് മൂന്നാം ഘട്ട പരീക്ഷണം പൂർത്തിയാക്കിയതായി ഭാരത് ബയോടെക് തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതായത് വാക്സിൻ വിതരണത്തിന് അനുമതി ലഭിക്കുമ്പോഴും ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ തുടരുകയായിരുന്നു എന്ന് സാരം. പരീക്ഷണങ്ങളിലെ കണ്ടെത്തലുകൾ എന്താണെന്നുള്ള റിപ്പോർട്ട് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. കോവിഷീൽഡിന് പിന്തുണയേറുന്നതിന് കാരണങ്ങൾ നിരവധിയാണ്. മറ്റു വാക്സിനുകളെ അപേക്ഷിച്ച് വില കുറവാണെന്നതാണ് അതിൽ പ്രധാനം. കേന്ദ്ര സർക്കാരിന് വാക്സിൻ നൽകുന്നത് ഒരാൾക്കുള്ള ഡോസിന് 440 രൂപ എന്ന നിരക്കിലാണ്. സ്വകാര്യ വിപണിയിൽ ഇത് 700 മുതൽ 800 രൂപയ്ക്കാകും സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ലഭ്യമാക്കുക. ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിന് വില കൂടുതലാണ്. ഫലപ്രാപ്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും ലഭ്യമല്ല. UK-യിലടക്കം ഉപയോഗിച്ചു തെളിഞ്ഞ മരുന്നാണ് എന്ന പ്രത്യേകതയും കോവിഷീൽഡിനുണ്ട്. മരുന്നുകൾക്ക് അനുമതി നൽകിയെങ്കിലും കുട്ടികളിലും ഗർഭിണികളിലും വാക്സിൻ ഉപയോഗിക്കാൻ നിയന്ത്രണമുണ്ട്. ഇത് സാധാരണക്കാർക്കിടയിൽ ആശങ്ക ഉയർത്തുന്നുണ്ട്. ഇതിനിടെ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന 4 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകി. മഹാരാഷ്ട്ര, കേരള, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. 4 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളല്ലെന്ന പ്രത്യേകത പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. വാക്സിൻ വിതരണവും അതിനെ ചൊല്ലിയുള്ള ആരോപണങ്ങളും ഒരു വശത്ത് തുടരുമ്പോൾ കോവിഡ് വ്യാപനത്തിലെ പുതിയൊരു ഘട്ടം രാജ്യത്ത് തുടങ്ങിക്കഴിഞ്ഞു. UK-യിൽ കണ്ടെത്തിയ ജനിതക വ്യത്യാസമുള്ള കോവിഡ് വൈറസ് ഇന്ത്യയിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ജനിതക മാറ്റം വന്ന വൈറസുകൾ മൂലമുള്ള രോഗത്തിന് തീവ്രതയേറും. ഒപ്പം രോഗവ്യാപനവും വേഗത്തിലാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് മറ്റൊരു രാജ്യത്തിൻ്റെതാണെന്ന് മാത്രം. ഇന്ത്യയിലെ ടിബറ്റൻ അഭയാർത്ഥികൾ തങ്ങളുടെ തലവനെ തെരഞ്ഞെടുക്കാനുള്ള ഒരുക്കത്തിലാണ്. അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ടിബറ്റ് അഭയാർത്ഥി സർക്കാരിനെ തെരഞ്ഞെടുക്കുകയാണ്. ഒരു ലക്ഷത്തിലധികം ടിബറ്റൻ അഭയാർത്ഥികളാണ് ഇന്ത്യയിലുള്ളത്. 60 വർഷം മുൻപ് നിർബന്ധിത പലായന കാലത്ത് ദലൈലാമയ്ക്കൊപ്പം കുടിയേറിയവരാണിവർ. ഇപ്പോൾ നടക്കുന്നത് പ്രാഥമിക ഘട്ട തെരഞ്ഞെടുപ്പാണ്. പ്രാഥമിക ഘട്ടത്തിൽ ഏറ്റവും അധികം വോട്ട് ലഭിക്കുന്ന 2 പേർ അന്തിമ പോരാട്ടത്തിനിറങ്ങും. വിജയിക്കുന്ന വ്യക്തി പ്രധാനമന്ത്രിക്ക് തുല്യനായ സി കിയോങ്,
പാർലമെന്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തി അഭയാർത്ഥി സർക്കാർ രൂപീകരിക്കും. Yes, we are very grateful to the people and the government of India. His Holiness the Dalai Lama has been, this has been the home of His Holiness, and His Holiness always refers to India as the Guru. So absolutely we are very grateful, but we also know that we must go back to our own country. So the struggle goes on, and also Tibetans are spread all over the world today. So wherever we are, except in our own country, we are in free world. ചൈനീസ് അധിനിവേശത്തിൽ നിന്ന് മോചിതരാകാൻ വെമ്പുന്ന ഈ ജനതയുടെ വാക്കുകളിൽ ഇന്ത്യയോടുള്ള കരുതലും കടപ്പാടും വ്യക്തമാണ്. ഈ ജനതയിലാകെ ചൈനയ്ക്കെതിരായ രോഷമുണ്ട്. ഈ ചുവരെഴുത്തുകൾ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നു. $80 കോടിയിലധികം വോട്ടർമാരുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തെ മറ്റൊരു കൗതുകമാണിത്. നൂറ്റാണ്ടുകൾ കൊണ്ട് പൊരുതി നേടിയ നമ്മുടെ ജനാധിപത്യം നാളെ ടിബറ്റിലും പുലരുമെന്ന പ്രത്യാശയിലാണ് ഈ ജനത അഭയാർത്ഥി സർക്കാരിനായി വോട്ട് ചെയ്യുന്നത്. പ്രകൃതി ഭംഗിക്ക് ലോക പ്രശസ്തമാണ് ജമ്മു കാശ്മീർ. പൂന്തോട്ടങ്ങളുടെ ഈ പ്രദേശത്തെ പല ചരിത്ര സ്മാരകങ്ങളും അത്ര പ്രശസ്തമല്ല. അറിയപ്പെടാതെ പോയ നിരവധി കോട്ടകളും കൊട്ടാരങ്ങളും ഒക്കെയുണ്ട് ജമ്മു കാശ്മീരിൽ. അതിലൊന്നാണ് ചിക്ടൺ കൊട്ടാരം. ഇന്ത്യയിലെ യുദ്ധഭൂമി എന്ന രീതിയിലാണ് കാർഗിൽ പ്രശസ്തം. ഇൻഡസ് നദിയുടെ കരയിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഉയർന്ന 16-ാം നൂറ്റാണ്ടിൽ പണിതതാണ് കൊട്ടാരവും അതിനോട് ചേർന്നുള്ള കോട്ടയും. ബാൾട്ടി നിർമ്മാണ ശൈലിയുടെ ഉത്തമ ഉദാഹരണമായിരുന്നു ഒരു കാലത്ത് ഈ നിർമ്മിതി. ബാൾട്ടിസ്ഥാൻ രാജകുമാരനായ തഹ്താ ഖാനാണ് ചിക്ടൺ എന്ന പ്രദേശം കണ്ടെത്തി ആദ്യമായി ഒരു കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. सिलसिले से बहुत सारे इम्पोर्टेंट साइट्स हैं, जिसमें से एक बहुत ही इम्पोर्टेंट साइट है जो चिक्तन इलाके में जो है हमारा वहाँ का चिक्तन रजी घर जिसको हम कहते हैं. अनफॉर्चुनेटली उस घर को अभी अब जब देखेंगे तो वो बहुत ही बुरे स्टेट में है. वो पूरा एक रूइंस बन चुका है. हालांकि अगर हिस्टोरिकल सेंस में देखें तो उसका बहुत ही ज़्यादा इम्पोर्टेंस है. ऐसा कहा जाता है कि वो घर जो है जो अभी ले फोर्ट है, ले पैलेस है, उससे भी बहुत खूबसूरत माना जाता था. वो एक बहुत ही फेमस कारपेंटर या आर्किटेक्ट जो शिंखन चंदन जिसको बोलते थे, बल्टिस्तान से जो था, उन्होंने उसको डिज़ाइन किया था. बहुत ही हिस्टोरिकली सिग्निफिकेंट घर है. ഷിൻഖൻ ചന്ദൻ എന്ന പ്രശസ്തനായ ശില്പിയാണ് കൊട്ടാരത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയതെന്നാണ് കഥ. തടികൊണ്ടുള്ള മേൽക്കൂരയും മേൽഭാഗവും ചേർന്നതായിരുന്നു കൊട്ടാരം. ലഡാക്ക്, ടിബറ്റൻ വാസ്തുശൈലികൾ ചേർന്നുള്ള നിർമ്മാണത്തിന്റെ ഉത്തമോദാഹരണമാണ് ചിക്ടൺ കൊട്ടാരം. ദോഗ്ര രാജാവിന്റെ കീഴിലായിരുന്നു ചിക്ടൺ കൊട്ടാരം പണിതത്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യം വരെ കൊട്ടാരവും കോട്ടയും ജമ്മു രാജവംശം ഉപയോഗിച്ചിരുന്നതായാണ് തെളിവ്. പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട കോട്ടയും കൊട്ടാരവും ഇന്ന് തകർന്ന നിലയിലാണ്. കെട്ടിടത്തിന്റെ നല്ലൊരു ഭാഗവും കാറ്റും വെയിലും മഴയും മഞ്ഞുമേറ്റ് വർഷങ്ങളായി ആരും നോക്കാനില്ലാതെയാണ് നശിച്ചത്. കോട്ടയും കൊട്ടാരവും നിർമ്മിക്കാൻ ഉപയോഗിച്ച പാറക്കല്ലുകൾ സർക്കാർ ആശുപത്രി നിർമ്മിക്കാൻ എടുത്തതോടെ കെട്ടിടം കൂടുതൽ തകർന്നു. കൊട്ടാരത്തിന്റെ മേൽക്കൂരയ്ക്ക് ഉപയോഗിച്ചിരുന്ന തടി പിന്നീട് നാട്ടുകാർ വിറകിനും മറ്റുമായി ഉപയോഗിച്ചു തുടങ്ങി. ചിക്ടൺ അത്ര അറിയപ്പെടുന്ന ഒരു സ്ഥലമല്ലാത്തതിനാൽ ആരും ഇങ്ങോട്ടധികം വരാറില്ല.
നാശത്തിന്റെ വക്കിലാണെങ്കിലും കുന്നിൻ മുകളിലായി ഉയർന്നു നിൽക്കുന്ന കൊട്ടാരത്തിന്റെ അവശിഷ്ടം പഴയകാല പ്രതാപവും സൗന്ദര്യവും ഇന്നും വിളിച്ചോതുന്നു. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.